ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു വാഴക്കൂമ്പ് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ തിരുമ്മി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴക്കൂമ്പ് പെട്ടെന്ന് കറുത്തു പോവാതിരിക്കും. പിന്നെ വാഴച്ചുണ്ട് എരിയുന്ന സമയത്ത് നമ്മളെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കറ പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. അത് ഞാൻ 2 മീഡിയം പൊട്ടാറ്റോ പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, കറിവേപ്പിലയും, ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളിവിടെ വാഴച്ചുണ്ടെന്ന് പറയും, ചിലര് വാഴപ്പൂവ്, വാഴക്കൂമ്പ്, കൊടപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വാഴച്ചുണ്ട് വെക്കാനായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടും. ഇപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ട് 4-5 മിനിറ്റ് ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം. നോക്കി കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അഥവാ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. കാരണം ഇപ്പൊ നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ആയിക്കോളും. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയും വാഴച്ചുണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല മിൻസ്ഡ് ബീഫൊക്കെ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടി റെഡിയാക്കുന്നത് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. 2 സ്പൂൺ മൈദപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലോർ, അല്പം ഉപ്പ് എന്നിവ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് കൂടി റെഡിയാക്കി എടുക്കാം. ഞാൻ നമ്മുടെ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. മിക്സ് ഒക്കെ ഇപ്പൊ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി കട്ട്ലേറ്റിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. എനിക്കിഷ്ടം ഒരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു സ്പൂണിനകത്തേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അതൊരു ഓവൽ ഷേപ്പിൽ കട്ട്ലേറ്റിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. മൈദ ബാറ്ററിൽ മുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ ബാറ്റർ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ കുറച്ച് മുമ്പേ കലക്കി വെച്ചതല്ലേ, അപ്പോൾ ആ കോൺഫ്ലോർ എല്ലാം അടിയിലേക്ക് അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് എടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡിപ്പ് ചെയ്യുന്ന കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒരുപാട് വെറ്റാവാതിരിക്കും. ഇപ്പൊ ഞാനിവിടെ കട്ട്ലേറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിക്കുന്നില്ല. ഒരു ഹാഫ് പാർട്ട് വരെ മുങ്ങിക്കിടക്കുന്ന രീതിയിലേ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. ഈവൻ നമ്മളിത് മുഴുവനായിട്ട് കുക്ക് ചെയ്ത സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഓയിലൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. നമ്മൾ 2-3 തവണയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ആദ്യത്തെ തവണ ഉണ്ടാക്കിയതിന്റെ ബ്രെഡ് ക്രംസ് എണ്ണയിൽ കരിഞ്ഞു കിടപ്പുണ്ടാവും. അത് കോരി കളഞ്ഞിട്ട് ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കട്ട്ലേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളിങ്ങനെ കോരി കളഞ്ഞിട്ട് വേണം അടുത്തത് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ കോരി കളഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, ഈ ബ്രെഡ് ക്രംസ് മുഴുവൻ കരിഞ്ഞത് മുഴുവൻ നമ്മളുടെ അടുത്ത കട്ട്ലേറ്റിലേക്ക് പിടിച്ചിട്ട് ആ ഒരു കട്ട്ലേറ്റിന്റെ ലുക്ക് തന്നെ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്ന് കോരി കളഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കണേ.
നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് ഫോർ വാച്ചിങ്.